ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി തലശ്ശേരി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് കൊറോണയ്ക്കൊക്കെ മുമ്പ് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യാനൊന്നും തോന്നാത്തതുകൊണ്ട് അതങ്ങനെ അങ്ങോട്ട് പോയതാണ്. ഇപ്പോൾ തോന്നിയത് ഇവിടെ കിടക്കട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള അതിൻ്റെ മസാല ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, അതായത് നമ്മുടെ വലിയ ജീരകം, പിന്നെ ഒരു 4 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, കറുകപ്പട്ട. പിന്നെ അത് ജാതിപത്രിയാണ്. ജാതിപത്രി അത്ര ഉണ്ടായിരുന്നുള്ളൂ, ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കുക. പിന്നെ ഇത് നമ്മുടെ സ്റ്റാറാണ്, അതായത് മറ്റേ തക്കോലം. അപ്പോൾ ഈ തക്കോലം എന്താ ഇതുപോലെയാണ് ഇരിക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഒടിച്ചെടുത്തിട്ടുള്ള ഒരു 8 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു ഒരു 15 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ഏലക്കായാണ്. ഏലക്കായ വലുതാണെങ്കിൽ 6 എണ്ണം എടുത്താൽ മതി. ചെറുതായതുകൊണ്ട് ഞാനൊരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഒരേ അളവിലാണ് വേണ്ടത്. ഞാൻ ആദ്യം ഒരു 10 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതേ അളവിൽ ഇഞ്ചി അരിഞ്ഞെടുത്തതാണ്. ഇനി 2 തണ്ട് വീതം മല്ലിയില, പുതിനയില, വേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് ഇനി ഒരു പേസ്റ്റിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ പേസ്റ്റാണ് നമുക്ക് നമ്മുടെ ഈ ബീഫിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിത് ഇനി ബീഫിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതുമ്പോൾ തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത് ഏകദേശം ഇതിപ്പോൾ 1 കിലോത്തിന് മേലെയായിട്ട് ബീഫ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏകദേശം 1 കിലോത്തിൻ്റെ അളവായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് 1-2 മണിക്കൂർ വെക്കാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഞാനിപ്പോൾ കുക്കറിലൊന്നല്ല വേവിക്കണത്, വിറകടുപ്പിൽ തന്നെ വെച്ചിട്ടാണ് വേവിക്കണത്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ പാത്രം മസാല പുരട്ടി വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മസാലയൊക്കെ കൂടി ഇങ്ങനെ കഴുകിയെടുത്ത് ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ ഇളക്കി എടുത്ത് വേവിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് കുറവ് ഉണ്ടെങ്കിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. വെള്ളം കുറവുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് വലിയ സവാളയാണെങ്കിൽ ഒരു 4 എണ്ണം മതിയാകും. അതുപോലെ തന്നെ 1/2 കപ്പ് വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കണം. അതും കൂടി ഒന്ന് നന്നായിട്ട് ഓരലിലാണ് ഞാനിപ്പോൾ ചതച്ചെടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ചതച്ചെടുക്കുക. അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടിയും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നണത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫ് കണ്ട അതുപോലെ അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒരുവിധം വെന്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3/4 വേവായാൽ മതി, ബാക്കി ദമ്മിലൊക്കെ വേവാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുഴുവനായിട്ട് അത് വേവിക്കേണ്ട, 3/4 വേവാകുമ്പോൾ നമ്മൾക്ക് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചോറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പൊരിച്ച് കോരി വെക്കാം. അതായത് നമ്മുടെ കാഷ്യൂനട്ട്, കിസ്മിസ്, സവാള, ആ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് പൊരിച്ച് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നെയ്ച്ചോറിക്കായാലും ബിരിയാണിക്കായാലും ഗാർണിഷ് ചെയ്യാനായിട്ട് സവാളയൊക്കെ ഒന്ന് പൊരിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയൊരു സവാളക്ക് തന്നെ കിട്ടും. നേരിയൊരു മധുരവും ചെറിയൊരു ഉപ്പും ചേർന്നിട്ട് നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വേണ്ട ചോറൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈസ് നമ്മൾ നെയ്ച്ചോറ് വെക്കണ പോലെയാണ് ചെയ്തെടുക്കണത്. അപ്പോൾ ഈ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്കൊരു 5 ഗ്രാമ്പു, 2 കറുകപ്പട്ട, അതുപോലെ തന്നെ ഒരു പകുതി ജാതിക്ക, ഒരു നുള്ള് പെരിഞ്ചീരകം, പിന്നെ ഒരു 4-5 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആ നെയ്യിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ജീരകമൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചേക്കണത് കൈമാ റൈസാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ റൈസ്. നമ്മുടെ തലശ്ശേരി ബിരിയാണിക്ക് ശരിക്കും ചെറിയ റൈസ് ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് സമയം കുതിർത്തിയൊന്നും വെക്കണ്ട, കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് കുതിർത്തി വെച്ചിട്ട് അപ്പോൾ തന്നെ ഡ്രെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വലിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ നെയ്യൊക്കെ വെക്കണേ മുമ്പ് തന്നെ അടുപ്പത്ത് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളമുണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കണ പോലെ തന്നെ ചോറിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം എടുത്തിട്ട്
ചോറല്ല, അരിയുടെ ഇരട്ടി അളവിൽ വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ തിളച്ച് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മൂടി വെക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇത് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത് തുറക്കുമ്പോൾ വെള്ളം നേരത്തേലും വറ്റി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ റൈസ് കുറച്ചുകൂടി വേവാനുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കാം. അപ്പോൾ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ചോറാണെങ്കിൽ ഒരുപാട് കുഴഞ്ഞും പോകരുത്. അപ്പോൾ ഇതിനിടയിൽ നമുക്കൊരു പകുതി നാരങ്ങ പിഴിഞ്ഞ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കാം. അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രേവി ചെയ്യണത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, അപ്പോൾ വലുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക. ഇനിയിപ്പോൾ അതിൽ ചെറുതാണെങ്കിൽ 6 എണ്ണമൊക്കെ വരെ എടുക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇനിയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള വഴറ്റണതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റണമായിരുന്നു. ഞാനത് മറന്നു പോയതുകൊണ്ട് പിന്നെ അതൊരു സൈഡിലിട്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അത് ഇട്ടിട്ട് വേണം സവാള ഇടാൻ കേട്ടോ. അപ്പോൾ അതാണ് നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഗ്രേവിക്ക് കിട്ടും. അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പച്ചമുളകിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ചേർക്കുക. ഒരു 5 മുതൽ 9 വരെ പച്ചമുളക് ചേർക്കുക. അതുപോലെ 1/2 കപ്പ് വീതം ഇഞ്ചിയും പച്ചമുളകും. അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം അതൊന്ന് പച്ചമണമൊക്കെ മാറിയപ്പോൾ ഞാൻ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ തക്കാളി ഒന്ന് ഇട്ടിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് വെന്ത് സോഫ്റ്റായി വരും. അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് അതിങ്ങനെ വെറുതെ ഒന്ന് നമ്മളുടെ ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, തൈര് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഫോർക്ക് എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വേണം, അതായത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിത് ഈ ഗ്രേവിനായിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിന് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. വീട്ടിൽ എരിവ് കുറവായതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി അധികം ചേർക്കണില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി നാരങ്ങയും കൂടിയും പിഴിഞ്ഞൊഴിക്കുക. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുറച്ചായിട്ട് ബീഫ് ചേർത്തിട്ട് മുഴുവൻ മസാലയിലും അതിങ്ങനെ കവർ ചെയ്യണ പോലെ നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ ഒന്ന് ചൂടാറിയിട്ടാ. ചോറിന് അപ്പം തന്നെ ഞാൻ വേറെ പാത്രത്തേക്ക് പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടൊന്ന് കുറഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ദമ്മിടാനായിട്ട്. അപ്പോൾ സമയം കുറവാറ് ഞാൻ ഈ പാത്രത്തേക്ക് തന്നെ വേഗം ദമ്മ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാം കൂടി മിക്സായി നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ദമ്മ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ ഫുള്ള് റൈസ് ഇട്ട് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ ആ പൊരിച്ചു വെച്ച മുഴുവൻ സവാളയും കാഷ്നട്ടും കിസ്മിസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഏറ്റവും മുകളിൽ ഇടാത്തതിൻ്റെ കാരണം ദമ്മ് തുറന്നിക്കുമ്പോൾ അത് വല്ലാതെ അങ്ങോട്ട് കറുത്ത് ചെറിയൊരു കയ്പ്പ് രുചി ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് മുഴുവൻ സാധനങ്ങളും നമ്മൾ ഈ ഉള്ളിലത്തെ ലെയറിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസും കൂടി ഇട്ടെടുത്തിട്ട് അടുത്ത ലെയർ ഉണ്ടാക്കാം.
അപ്പോൾ രണ്ടാമത്തെ ലെയർ ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മിലിരിക്കുമ്പോൾ ആ നെയ്യൊക്കെ മെൽറ്റായി താഴെ വരെ ഇറങ്ങി പൊക്കോളും. അപ്പോൾ എന്നിട്ടാണ് അതിൻ്റെ മേലെ നമ്മൾ അടുത്ത ലെയർ കൂടി ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ ഏറ്റവും മേലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കളറിന് വേണ്ടി കുറച്ച് ഈ പാലൊന്നിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മല്ലിയില മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദം ചെയ്യാനുള്ള സമയമായി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഗ്രേവി ഒക്കെ ആയി കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ദമ്മ് വെച്ചത്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് മൈദയൊന്നും വെച്ച് ഒട്ടിക്കാനൊന്നും നിന്നില്ല. നമ്മളിതൊരു 10 മിനിറ്റ് ദമ്മിൽ വെച്ചിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും 15 മിനിറ്റ് തുറക്കാതെ തന്നെ വെച്ച് അത് കഴിഞ്ഞ് തുറന്നപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ മേലോട്ട് നന്നായിട്ട് തന്നെ വന്നു തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. ഈ ഒരു ഫ്ലേവറാണ് നമ്മൾ ഇത്രയും സമയം നമ്മൾ ഉണ്ടാക്കിയ മസാലയുടെയൊക്കെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ഫ്ലേവറാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസും അതുപോലെ തന്നെ ഗ്രേവിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ തലശ്ശേരി ബീഫ് ബിരിയാണി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനോ ഡിസ്ലൈക്ക് ചെയ്യാനോ ഒന്നും നിങ്ങൾ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മടി കാണിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.